രഞ്ജിത ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്ത് താമസിക്കുന്നു. 43 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്. എനിക്ക് ഭർത്താവും 3 ആൺകുട്ടികളും ഉണ്ട്. അവർ ഡിഗ്രിക്കും +1-നും 6-ലും പഠിക്കുന്നു. ഭർത്താവിന് കൃഷിപ്പണിയാണ്. ആദ്യത്തെ കുട്ടിയുടെ ജനനശേഷമാണ് യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാതിരുന്ന എനിക്ക് പല പല അസുഖങ്ങളും വന്നു തുടങ്ങിയത്. മൂന്നാമത്തെ കുട്ടിയുടെ ജനനശേഷം അത് വളരെയധികം വർദ്ധിച്ചു. ശ്വാസംമുട്ടൽ, ചുമ, തൈറോയിഡ്, മൈഗ്രെയിൻ, അങ്ങനെ പല പല അസുഖങ്ങൾ. അലോപ്പതിയിലെ എല്ലാ ആശുപത്രികളും പരീക്ഷിച്ച് പിന്നെ ആയുർവേദത്തിലും ഹോമിയോയിലും ആശ്രയിച്ചു. പരാജയപ്പെട്ടു. അപ്പോൾ മതപരമായ ആചാരങ്ങളും ചെയ്തു. പരാജയമായിരുന്നു ഫലം. അപ്പോൾ എന്നെ രക്ഷിക്കാൻ യോഗയിലൂടെ സഹായകമാകും എന്ന് കരുതി. അങ്ങനെ യോഗയുടെ ഫലപ്രദവും വില കൂടിയതുമായ 7 കോഴ്സുകളിൽ പങ്കെടുത്തു. ആളുകളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. 12 വർഷം നീണ്ട യോഗയിൽ എൻ്റെ ശാരീരിക പ്രകടനങ്ങൾക്ക് ഒക്കെ താൽക്കാലികമായി ഒരു പരിഹാരം അല്ലാതെ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, യോഗയിലെ DSN എന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇടതുകാൽ തളർന്നു പോയ ഒരവസ്ഥ കൂടി എനിക്ക് ഉണ്ടായി. അങ്ങനെ ആയുർവേദത്തിലൂടെ കുറച്ച് നാളുകൾക്ക് ശേഷം അതിനും പരിഹാരം കണ്ടു. എൻ്റെ അസുഖം അങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. 2024 ഒക്ടോബർ 24-ാം തീയതി ശക്തമായ ചെവിവേദന, തൈറോയിഡ്, മൈഗ്രെയിൻ, തലവേദന, പനി, അതിശക്തമായ ചുമ, ശരീര ആസകലം നീര്, ശക്തമായ വിറയൽ എല്ലാം ബാധിച്ച് എന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ രോഗം എന്താണ് എന്നറിയാൻ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള നീണ്ട കുറേ ടെസ്റ്റുകൾക്ക് ഡോക്ടർമാർ കുറിച്ചു തന്നു. റിസൾട്ട് കണ്ടയുടനെ ട്രിപ്പുകളും ഇഞ്ചക്ഷനുകളും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സൂചി പോലും ഊരി മാറ്റാതെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജിലും ടെസ്റ്റുകളും എക്സ്റേകളും സ്കാനിങ്ങുകളും ഒക്കെ വീണ്ടും നടന്നു. അവർ വളരെ പരിശ്രമിച്ചിട്ടും എൻ്റെ അസുഖം ഭേദമായില്ല എന്ന് മാത്രമല്ല, ഇത്രയും ടെസ്റ്റുകൾ നടത്തിയിട്ടും എൻ്റെ അസുഖം ഒന്ന് കണ്ടുപിടിക്കാൻ പോലും ആയില്ല. ഈ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിലെ ഓരോ വിഭാഗത്തിലെ 4-5 ഡോക്ടർമാരെ മാറി മാറി കാണിക്കാൻ വീൽ ചെയറിലും സ്ട്രെച്ചറിലും ഒക്കെ ആയിരുന്നു എന്നെ കൊണ്ടുപോയിരുന്നത്. എങ്ങും എത്താതെ വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു, മരണമല്ലാതെ ഇനി വേറെ വഴിയില്ല എന്ന്. അപ്പോൾ വെള്ള പുതപ്പിച്ച് എന്നെ കിടത്തിയിരിക്കുന്നതും തലയ്ക്കൽ കത്തുന്ന നിലവിളക്കും അലമുറയിട്ട് കരയുന്ന എൻ്റെ അമ്മയെയും മക്കളെയും ഒക്കെ എൻ്റെ കൺമുൻപിൽ കാണാൻ തുടങ്ങി. ഒപ്പമുണ്ടായിരുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു, കുട്ടികളോട് പറയുക എന്നെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന്. രോഗം ഒന്നും മനസ്സിലായില്ലെങ്കിലും 2000-ഓളം രൂപയുടെ മരുന്നും കൊണ്ട് ആംബുലൻസിൽ തന്നെ കുറവിലങ്ങാടുള്ള ബന്ധുവീട്ടിൽ എന്നെ എത്തിച്ചു. നവംബർ 2-ാം തീയതി 3:30 ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാം അത് അനുഭവിച്ച എനിക്കോ സാക്ഷികളായി കണ്ടു നിന്നവർക്കോ പോലും അവിശ്വസനീയമായ കാര്യങ്ങൾ ആണ്. ഞാൻ ചെന്ന വീട്ടിലെ അമ്പിളി എന്ന വ്യക്തി വളരെ സവിശേഷമായ MBA മഹായോഗ ബോധിമാർഗ അതീന്ദ്രിയായ ധ്യാനം മെഡിറ്റേഷൻ 1 വർഷമായി പിന്തുടരുന്നുണ്ടായിരുന്നു. അത് ഒരു സമാന്തര ചികിത്സാ മാർഗം കൂടിയായിരുന്നു. ഈ മാർഗത്തിൻ്റെ ഭാഗമായി ഡിസ്റ്റൻസ് ഹീലിംഗ്, വിദൂര ചികിത്സ, ഓറ ഹീലിംഗും ഓറ സർജറിയും ഓൺലൈനിലൂടെ പോലും നടത്തുന്ന അതിൻ്റെ ഗ്രാൻഡ് മാസ്റ്ററായ ഗുരു യോഗ്യരാജ് ബോധിയെ ഓൺലൈനിൽ കിട്ടാൻ ഭാഗ്യമുണ്ടായി. മരണത്തോട് അടുത്ത എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം എൻ്റെ ചെവിയിലെത്തിയ മാത്രയിൽ അതിശക്തമായ എൻ്റെ ചെവി വേദന മാറി. നീര് കയറി വീർത്തു നിന്നിരുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓരോ ചുമയിലും ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ ഓരോ നൂലിഴയും പൊട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ ശരീരത്തിലൂടെ എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ കടന്നുപോയി. 10 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ വിറയൽ പൂർണ്ണമായി മാറിപ്പോയി. അപ്പോൾ എനിക്ക് ഈ വിദൂര ചികിത്സയിൽ പൂർണ്ണമായി വിശ്വാസം വന്നു. 1000കണക്കിന് രൂപയുടെ മരുന്നുകൾ ഞാൻ അപ്പോൾ തന്നെ ഉപേക്ഷിച്ചു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിനായി ഞാൻ ഈ മാർഗം എൻ്റെ മരണം വരെ തുടരാൻ തീരുമാനിച്ചു. വീൽ ചെയറിൽ സഞ്ചരിച്ച ഞാൻ മണിക്കൂറുകൾക്കുള്ളിൽ ബസ് കയറി അടിമാലിയിലുള്ള എൻ്റെ വീട്ടിലെത്തി. എനിക്കും സാക്ഷികളായി എന്നെ കണ്ടു നിന്ന എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറി. തുടർന്ന് ഞാൻ വിദൂര ചികിത്സയിലും മെഡിറ്റേഷനിലും പങ്കെടുത്തു. അപ്പോൾ കിട്ടിയ അനുഭവം, വർഷങ്ങളായി ഭാരമേറിയ ജോലികൾ ഒന്നും ചെയ്യാതിരുന്ന എനിക്ക് എൻ്റെ വിവാഹത്തിന് മുമ്പ് ഉള്ളതുപോലെ എല്ലാ ജോലികളും ചെയ്യാൻ കഴിയുന്നു. ഇത് വിസ്താര ഭയം ഉള്ളതുകൊണ്ട് ഏറ്റവും ചുരുക്കിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ട് കഴിയുന്നവർക്ക് ഈ മാർഗത്തിലൂടെ മനഃശാന്തിയും ശാരീരിക ആരോഗ്യവും ജീവിത വിജയവും ലഭിക്കട്ടെ എന്ന ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം സമൂഹത്തെ അറിയിക്കുന്നത്. ഞാൻ മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചതുകൊണ്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞ് അനേകർ രക്ഷ പ്രാപിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.